പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ നമ്മുടെ ഭാഗവത ചിന്തയുടെ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഭാഗവത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതിലെ കഥകള് നല്ല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഭാഗവതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കാനും വേദത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അത് വളരെ ശക്തമായിട്ട് എല്ലാവരിലും എത്തുന്നുണ്ട്. ഇപ്പോൾ പല ചാനലുകാരും അത് കൊടുക്കുന്നുണ്ട്, പലരും ഷെയർ ചെയ്യുന്നുണ്ട്. ഭഗവത്ഗീതയെക്കുറിച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് എത്തുന്നുണ്ട്. കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളും നല്ല രീതിയിൽ. അതേപോലെ ഭാഗവതം പലപ്പോഴും ക്ഷേത്രങ്ങളിൽ വായിക്കാറുണ്ട്. പല രീതികളിൽ അത് വിവരണങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷെ ഭാഗവതം എന്താണ് എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഒരു ധ്രുവന്റെ ചരിത്രത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു വന്ന്, പൃഥുരാജാവിന്റെ ചരിത്രത്തിലൂടെ കടന്നു വന്ന്, അങ്ങനെ ഋഷഭരാജാവിന്റെ കഥകളിലൂടെ കടന്നു വന്ന് ഭരതന്റെ കഥകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിൽ തുടർച്ചയായിട്ടുള്ള ഒരു കഥ പോലെ. ഇങ്ങനെയാണ് ഭാഗവതം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നേയില്ല. ഭാഗവതത്തെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാം. നമ്മുടെ ക്ലാസിന്റെ പ്രധാന ലക്ഷ്യം, മാർഗം, ചിന്ത, വീക്ഷണം, എന്താണ് വേദം, എന്തല്ല വേദം, ഇന്ന് നമ്മൾ രാവിലെ കൊടുക്കേണ്ടായി. ഹിന്ദുത്വമില്ലാത്ത ഹിന്ദുയിസം ഉണ്ടോ? മലയാള മനോരമ ചാനല് ഇത് ചോദിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഹിന്ദുത്വമില്ലാത്ത ഹിന്ദുവാണ് ഞാൻ. എന്താ ഇതിന്റെ അർത്ഥം? ചോരയില്ലാത്ത മനുഷ്യനാണ് ഞാൻ, ചിന്തിക്കാൻ കഴിവില്ലാത്ത മനുഷ്യനാണ് ഞാൻ, അല്ലെങ്കിൽ തലച്ചോറില്ലാത്ത പക്ക പൂർണ്ണ മനുഷ്യനാണ് ഞാൻ എന്ന് നമ്മൾ പറയുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റുന്നതാണ്. ഹിന്ദുത്വം എന്ന് പറയുന്ന ഹിന്ദു ധർമ്മമല്ലേ? അതിന് ആരെങ്കിലും ദുർവ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തവന്റെ കുഴപ്പം. അത് നമ്മൾ എന്തിനെടുക്കുന്നത്? ഹിന്ദുത്വത്തില് ഹൈന്ദവ വേദം മുതൽക്ക് പുരാണം വരെ ഉള്ളതിന്റെ തത്വങ്ങളാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അങ്ങനെയല്ല എന്നുള്ളത് യാസ്കാചാര്യന്റെ നിരുക്തത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുണ്ടോ ഹിന്ദുത്വം എന്താണെന്നുള്ളത്? RSSന്റെ ആണെന്ന്. RSSന്റെ BJPയും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ഹിന്ദുത്വവും ഉണ്ടാതെ ഒരു മൂലയ്ക്ക് കഴിച്ചുകൂട്ടി ഗുരുവായൂരിലേക്കും ചോറ്റാനിക്കരയിലേക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും ഒക്കെ പോകുന്നത് ഹിന്ദുയിസവും. അങ്ങനെയുണ്ടോ? ഉണ്ടാതിരിക്കുന്നത് ഹിന്ദുയിസം. ഹിന്ദു ധർമ്മത്തിനെതിരെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്താൽ അതിനെതിരെ പ്രതികരിച്ചാൽ അത് ഹിന്ദുത്വം. അങ്ങനെയാണോ? എന്തൊരു മണ്ടത്തര അല്ലേ? മനോരമയും മാതൃഭൂമിയും പോലെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പത്രങ്ങളുടെ തലയ്ക്കകത്ത് ഇടക്കാലത്തെ ചില വാക്കുകൾ കയറി അതാണ് യഥാർത്ഥ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറഞ്ഞ് മാറി പറഞ്ഞ് RSSകാർ ആരെങ്കിലും ആ വീക്ഷണത്തോടു കൂടി പറഞ്ഞാൽ അതൊക്കെ ഹിന്ദുത്വം. ബാക്കി സന്യാസിമാരും ഋഷിമാരും പോലും RSSന്റെ വീക്ഷണത്തോടു കൂടി പറഞ്ഞാൽ അത് ഹിന്ദുത്വമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഹിന്ദു ധർമ്മത്തില് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഹിന്ദുത്വമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നത് മാത്രമാണ് ഹിന്ദുയിസം. അതെന്താണാവോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോ നമ്മൾ ഭാഗവതത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചും അതുമാതിരിയുള്ള നമ്മുടെ എന്താ പറയുക ജീവിത സന്ദേശങ്ങളെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചൊക്കെ നമ്മൾ
ഈ ക്ലാസ് എടുക്കുന്നത് കൃത്യ ലക്ഷ്യം നമ്മുടെ ധർമ്മം എന്താണെന്ന് ഹിന്ദുവിനെ നല്ല ഹിന്ദുവാക്കുക, ക്രിസ്ത്യാനിക്ക് ബോധ്യം വരുത്തുക. നിങ്ങളുടെ മാതൃധർമ്മം ഹിന്ദുധർമ്മമാണ്, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന്. ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തുക, മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുക. നിങ്ങളാരും സൗദി അറേബ്യയെന്നോ ക്രിസ്ത്യാനികൾ യെരൂശലേമിൽ നിന്നോ വന്നവരല്ല, ഇവിടെ നിന്നുള്ളവരാണ്. ഇവിടെ നിന്നുള്ളവർ അവരുടെ അഭിപ്രായം മാറി, വിശ്വാസം മാറി. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനി മുസ്ലിമുമായി. പക്ഷേ നിങ്ങളുടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഇതേമാതിരിയുള്ള ഗ്രന്ഥങ്ങളിലെ വരികളാണ്. ഇനിയിപ്പോ നമ്മള് ഭരതന്റെ ചരിത്രത്തിലേക്ക് കടക്കണം. നമുക്കറിയാം, ഭരതൻ വളരെ ഋഷഭരാജന്റെ പുത്രന്മാരിൽ ശ്രേഷ്ഠനായ ഭരതൻ. ഭാരതത്തിന് ആ പേര് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. അജനഭം എന്ന് പേരുള്ള ഭാരതത്തിന്, രാഷ്ട്രത്തിന് ഭരതൻ എന്ന പേര് കിട്ടിയത് ഇത്രയും ശ്രേഷ്ഠനായി. അദ്ദേഹം ആത്മീയതയിൽ പരമകാഷ്ഠയിൽ എത്തിയ ആളാണ്. പക്ഷേ ആത്മീയതയുടെ പരമകാഷ്ഠയിൽ എത്തിയ വ്യക്തിക്ക് പോലും അപചയം സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തില് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്മരിച്ച് മുക്ത കളേവരം. എന്നെ സ്മരിച്ചുകൊണ്ട് നീ ശരീരം ഉപേക്ഷിക്കുക. എന്നെ സ്മരിച്ചുകൊണ്ട് നീ ശരീരം ഉപേക്ഷിച്ചാൽ മാം അനുസ്മര ത്യജൻ ദേഹം. ദേഹത്തെ ത്യജിക്കുന്ന സമയത്ത് നീ എന്തിനെയാണോ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് നീ അതായി തീരുമെന്ന് കൃഷ്ണൻ പറയുന്നു. അത് പെർഫെക്റ്റ്ലി വിവരിക്കുന്ന ഒരു കഥയാണ് ഭരതന്റെ കഥ. ഇനി രണ്ടാമത്തേതൊന്ന്, ബ്രയൻ എൽ വൈസ് പറയുന്നു വളരെ വ്യക്തമായിട്ട്, റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയ കാതറിൻ എന്ന പെൺകുട്ടിയുടെ 81 പൂർവജന്മങ്ങള് വിവരിക്കുന്നു. അതിൽ 40 ജന്മങ്ങൾ വളരെ സ്പെസിഫിക്കലി വിവരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം കാതറിനോട് ബ്രയൻ എൽ വൈസ് എന്ന പ്രൊഫസർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം മിയാമി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു. അതായത് നിന്റെ പൂർവ്വജന്മം മൃഗങ്ങളായും വൃക്ഷങ്ങളായിട്ടും ഇല്ലേ, മനുഷ്യരായിട്ട് മാത്രമേ ഉള്ളൂ പൂർവ്വജന്മം? അതിന് ആ കാതറിൻ എന്ന പെൺകുട്ടി കൊടുക്കുന്ന ഉത്തരം എത്ര ക്ലിയറാണ്. മനുഷ്യനായിട്ട് എനിക്ക് ലഭിച്ച പൂർവ്വജന്മം മാത്രമേ നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എനിക്ക് റിക്കളക്ട് ചെയ്ത് പറയാൻ സാധിക്കുന്നുള്ളൂ. എനിക്ക് റിക്കളക്ട് ചെയ്ത് പറയാൻ സാധിക്കുന്നത് മനുഷ്യജന്മം മാത്രമാണ്. പക്ഷേ മറ്റു ജന്മങ്ങൾ, വൃക്ഷങ്ങളായും മൃഗങ്ങളായും എനിക്ക് ലഭിച്ച ജന്മം എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റണില്ല. എന്ത് ഭംഗിയായിട്ടുള്ള ആൻസറാന്ന് നോക്കിയേ. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഭാഗവതത്തിലെ ഈ കഥയിൽ പക്ക സയന്റിഫിക്കലി ഉണ്ട്. സയന്റിഫിക്കലി അതുണ്ട്. ഇതിൽ നമുക്ക് തരുന്ന ഒരു വലിയ നിർദ്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് പാർട്ടില് അമ്മയും അമ്മൂമ്മയും എല്ലാം പറയുന്നവരുണ്ട്. അതായത് നല്ലോണം നാമം ജപിച്ച് കിടക്കൂ, നാമം ജപിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വേണം മരിക്കാൻ. അവസാനത്തെ ഒരു മാസം എന്റെ സഹധർമ്മിണി നാമം ജപിച്ചുകൊണ്ട് കൃഷ്ണ 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 എന്ന് തന്നെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കതൊരു വലിയ അത്ഭുതം തോന്നുന്നു. എന്തോ ഒരു പുണ്യജന്മം മാതിരി. ഈ ഭാഗവതം പറയുന്നതിനിടയ്ക്ക് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞതാണെന്ന് വിചാരിക്കല്ലേ. പേഴ്സണൽ കാര്യങ്ങളും മറ്റുള്ള അനുഭവങ്ങളും കൂടി ചേർക്കുമ്പോഴാണ് അതിന് ജീവഗന്ധം ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, മാം അനുസ്മര ത്യജൻ ദേഹം. എന്നെ അനുസ്മരിച്ചു. അപ്പൊ എന്റെ ഭാവത്തിലേക്ക് എത്തുന്നു, എന്റെ പന്ഥാവിലൂടെ അവരെത്തുന്നു. അപ്പൊ അടുത്ത ഒരു ജന്മം, നല്ല ജന്മം കിട്ടണമെങ്കിൽ 2 കണ്ടീഷൻ. നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് 1. 2, ജീവിതത്തിന്റെ ലാസ്റ്റ് പാർട്ടാവുമ്പോ ഈശ്വരീയമായ ചിന്തകൾ, നന്മ നിറഞ്ഞ ചിന്തകൾ. ആരെ പോലെ ആകണം വേണേ ചിന്തിച്ചു നോക്കുക. വിവേകാനന്ദനെ പോലെ ആകണമെന്ന് ചിന്തിച്ച് മരിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കാം. എന്തൊരു പുണ്യാണല്ലേ. എബ്രഹാം ലിങ്കണെ പോലെ ആകണം, സോക്രട്ടീസിനെ പോലെ ആകണം, വേദവ്യാസനെ പോലെ ആകണം, ശങ്കരാചാര്യരെ പോലെ ആകണം എന്ന് ലാസ്റ്റ് സമയത്ത് ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ കഥയിലുണ്ട്.
ഇനി ആരെങ്കിലും വിശ്വസിക്കാൻ തയ്യാറില്ല, ഒരു നിർബന്ധവും ഇല്ല വിശ്വസിക്കണമെന്ന്. വിശ്വസിച്ചാൽ പ്രൂഫൊന്നും മുമ്പിൽ തരാൻ പറ്റില്ല. പക്ഷെ ഈ കഥ ഒരു പ്രൂഫ് മാതിരി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. ഒരിക്കൽ ഭരതൻ രാജ്യഭാരമെല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ടിറങ്ങിയ അദ്ദേഹം മഹാനദിയിൽ ഇറങ്ങി സന്ധ്യാവന്ദനം നടത്തി മന്ത്രോച്ചാരണത്തോടുകൂടി കുറേ സമയം നദിയിൽ മുങ്ങിക്കിടന്നു. പെട്ടെന്ന് ഗർഭിണിയായ ഒരു മാൻപേട വെള്ളം കുടിക്കാനായി നദിയിലെത്തി. ഉടനെ അധിക ദൂരമല്ലാതെ ഭയങ്കരമായൊരു സിംഹഗർജനം കേൾക്കാനിടയായി. സിംഹത്തിന്റെ അലർച്ച കേട്ട് മാൻപേട ഭയചകിതമായി വെള്ളം കുടിച്ച് ദാഹം തീരുന്നതിന് മുമ്പ് തന്നെ അത് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. ഒരു സംഭവമാണ് അവിടെ. വെള്ളം കുടിക്കാൻ വന്നൊരു മാൻപേട, ഇദ്ദേഹം മഹാനദി ഒറീസയിലാണെന്ന് തോന്നുന്നു, മഹാനദിയില് അദ്ദേഹം ഇങ്ങനെ സമാധി മാതിരി തന്നെ കുളിച്ച് സന്ധ്യാവന്ദനം ജപാദികളൊക്കെ കഴിച്ച് ഈശ്വരി ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മാനിനെ കണ്ടത്. അത് വെള്ളം കുടിക്കുന്നു. അപ്പുറത്തൊരു സിംഹത്തിന്റെ സ്വരം കേൾക്കുന്നു. ഭയപ്പെട്ട് വെള്ളം കുടിക്കൽ പോലും പൂർത്തിയാക്കാതെ അത് തിരിഞ്ഞ് ഓടുന്നു. ചാടി ഓടാൻ ശ്രമിച്ച മാൻപേട ഭയം നിമിത്തം പൊടുതനെ ഒരു മാൻകുഞ്ഞിനെ പ്രസവിച്ചു. കൂട്ടം തിരിഞ്ഞ് ഏകാകിനിയായി വന്ന ആ മാൻപേട പ്രസവത്തോടുകൂടി അത്യന്തം ഭയാതുരയായി വീണ് മരണമടഞ്ഞു. ആ കുട്ടിക്ക് ജന്മം നൽകി. ഒരു കഥയാണ്, മാനിന്റെ കഥ. മാൻ എന്ന് പറഞ്ഞാൽ MAN എന്നും വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ. മനുഷ്യൻ, മാൻ, MAN, മാനിന്റെ കഥ. ഇപ്പൊ പ്രസവിച്ചു വീണ മാൻകുട്ടിയാകട്ടെ ആരും സഹായമില്ലാതെ ഒഴുക്കിൽപ്പെട്ട് ഭരതന്റെ അടുക്കലേക്ക് ഒഴുകി വന്നു. ആ മാൻകുട്ടിയെ കണ്ടു ഭരതൻ. ഈ ഭാരതത്തിന് പേര് നൽകിയ ആ ആരാധന നടത്തി ഈശ്വരീയ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞ ആ മനുഷ്യന്റെ ശ്രദ്ധ മാറാൻ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കഥ, ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ടുള്ള കഥയല്ല. ഒരു സിംഹം, ഒരു ഗർഭിണിയായ മാൻപേട, അത് പേടിച്ചരണ്ട് പ്രസവിക്കുന്നു. ആ മാൻ മരിക്കുന്നു. അമ്മ മാൻ മരിക്കുന്നു. ഈ കുട്ടി അറിഞ്ഞോ അറിയാതെയോ പ്രകൃതി നിമിത്തം എന്നുള്ളതുപോലെ, നിയതി എന്ന പോലെ ഭരതന്റെ അടുത്തേക്ക് എത്തുന്നു. ആരും സഹായമില്ലാതെ ഒഴുക്കിൽപ്പെട്ട് ഭരതന്റെ അടുക്കലേക്ക് എത്തുന്ന ആ മാൻകുട്ടിയെ കയ്യിലെടുത്ത് ആശ്രമത്തിലേക്ക് ഭരതൻ കൊണ്ടുപോകുന്നു. അമ്മയില്ലാത്ത കുട്ടിയാണല്ലോ, ഇതിനിപ്പോൾ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നിങ്ങനെ അതിൽ മമത ബന്ധമുറപ്പിച്ചു. ബന്ധനം വന്നു. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇതിന്റെ അമ്മയില്ല, ഇത് പാപമാണ്, ഇതിനെ രക്ഷിക്കേണ്ടത് ഞാനാണ്, ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ഞാൻ ഈ എന്താ പറയാ, അനുകമ്പയോടുകൂടി ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കുക നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്, ഈശ്വരീയ ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞാനാണ്. അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ആ മാനിനോടുള്ള പ്രതിപത്തി വളരെയധികം കൂടി. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ, നീട്ടി പറയുന്നില്ല, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസർ ശ്രീകൃഷ്ണൻ, അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ലീല ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ 1-2 ഭഗവതി സേവ പൂജയൊക്കെ എഡ്മണ്ടണിലെ ആർട്ടിക്കോഷ്യന്റെ അടുത്ത് നടത്തിയിട്ടുണ്ട്. ഈ ലീല കൃഷ്ണൻ ദമ്പതിമാർക്ക് മക്കളില്ല. ഒരു ദിവസം, സാധാരണഗതിയിൽ എഡ്മണ്ടണിൽ കാക്കയില്ല, കാക്ക റയറസ്റ്റാണ്. എങ്ങനെയോ ഒരു കാക്ക വന്നു, പുറത്ത് നല്ല തണുപ്പ്, അത് ഈ വീട്ടിനകത്ത് കയറി. ഇത് ശരിക്കും സംഭവിച്ചതാണ്. ആ കാക്കയ്ക്ക് ലീല ഭക്ഷണം കൊടുത്തു. ആ കാക്ക ഒരു തരത്തിലും പുറത്തേക്ക് പോണില്ല. പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പ്, -30, -40, -50 ഡിഗ്രി സെന്റിഗ്രേഡ്. ഈ കാക്ക അകത്ത് മുഴുവനും കാഷ്ടിച്ച് വൃത്തികേടാക്കി. അവസാനം ധാരാളം പേര് വന്നു, ഈ കാക്കയെ എങ്ങനെയെങ്കിലും നിങ്ങൾ മാറ്റൂല്ലെങ്കിൽ ഈ വീട് മുഴുവനും നാറുന്നുണ്ട്, വൃത്തികേടാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ലീല ആ കാക്കയെ വിട്ടുകൊടുക്കണില്ല. അതൊരു വലിയ മാനസിക രോഗം വരെയായി ലീല എന്ന് പറയുന്ന സ്ത്രീക്ക്. ശരിക്കു പറഞ്ഞാൽ ആ അവസാനം നിർബന്ധിച്ച് പോലീസിനെ വരുത്തിയിട്ട് ആ വീടിനകത്ത് പ്രശ്നം ഉണ്ടാവും, ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടേഷനൊക്കെ വരുത്തിയിട്ട് ഇവരെ കൊണ്ട് അഡ്വൈസ് ചെയ്യിച്ചിട്ട് ആ കാക്കയെ കൊണ്ടുപോയി അവരെന്തോ ചെയ്തു. മറ്റൊരർത്ഥത്തില് നമ്മുടെ മുൻഷി പ്രേംചന്ദ്, ഹിന്ദി സാഹിത്യകാരൻ, ഒരു ബേർ മരത്തിന്റെ ഒരു ഞാവൽപ്പഴം അത് മകനെ പോലെ വളർത്തുന്ന ഒരു അമ്മയുടെ കഥയാണത്. അത് നമ്മൾ വായിച്ചാൽ, ഒരു മരത്തിനെ മകനെ പോലെ വളർത്തുന്ന ആ അമ്മയുടെ കഥ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇത് ഈ ഭരതന്റെ കഥ മാതിരിയാണ്, ഈ മാനിന്റെ കഥ മാതിരിയാണ്. രണ്ടും, ഒന്ന് ഞാൻ നേരിട്ട് കണ്ടത്, അനുഭവിച്ചത്,
പലപ്പോഴും കൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് നല്ല തണുപ്പുള്ളപ്പോഴത്തേക്ക് ഞാൻ താമസിക്കാറുണ്ട്. 2 ഹോളിഡേയ്സ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വാഹനത്തിൽ പോകാറ്. അപ്പൊ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഒരു പക്ഷിയോട്, കാക്കയോട് ആ വീട്ടുകാർക്കുണ്ടായ മമത ഇവിടെയും അത് തന്നെയാണ്. ദിവസേന അതിനെ വളർത്താനും പാലിക്കാനും ലാളിക്കാനും പ്രീണിപ്പിക്കാനും ധ്യാനിക്കാനും തുടങ്ങി ക്രമേണ ഭരതന്റെ നിയമങ്ങളും എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം തെറ്റി ഭഗവത് പൂജ കാര്യങ്ങളൊക്കെ ദിവസം ചെല്ലുന്തോറും മുടങ്ങിത്തുടങ്ങി. ക്രമേണ ഒന്നിനും ഒരു ചിട്ടയുമില്ലാതെയായി. കഷ്ടം, ഈ മാൻകുട്ടി അനുകമ്പ അർഹിക്കുന്നു. കാലത്തിന്റെ ഗതിവേഗത്തിൽ അതിന് സ്വവർഗവുമായിട്ട് വിട്ടുപിരിയേണ്ടി വന്നു. എന്ത് ന്യായീകരണമാണ് ഭംഗിയായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ന്യായമാണ് എന്ന് ഭരതനെ ഉറപ്പിച്ചു വെച്ചു. ഈശ്വരാരാധന നിന്നു മറ്റുള്ള എല്ലാം അടുക്കും ചിട്ടയോടുകൂടിയുള്ള ജീവിതം മുഴുവനും മാറി, ആത്മീയതയിൽ നിന്ന് മാറി. ആത്മീയത എന്ന് പറയുന്നത് ഈ മാനിനെ വളർത്തലാണെന്നുള്ള ജസ്റ്റിഫിക്കേഷനിലേക്ക് ഭരതൻ എത്തിച്ചേർന്നു. അത് മാത്രമല്ല, അതിന്റെ അമ്മയില്ല, അതിന് പാല് കൊടുക്കാൻ ആരുമില്ല, അതിന്റെ കൂട്ടത്തിൽ ആരുമില്ല, അതിനെ ഞാൻ സംരക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ മഹാപാപം എന്നിൽ ഏൽക്കുമല്ലോ. അതിനെ സംരക്ഷിക്കുന്നത് ഈശ്വര ആരാധനയെക്കാളും ഉപാസനയെക്കാളും എല്ലാം ശ്രേഷ്ഠമാണെന്ന് മനസ്സ് ന്യായീകരിക്കാനും തുടങ്ങി. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഭാഗവതത്തിലെ കഥയെല്ലാം നമ്മളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ന്യായീകരിക്കുന്ന ജസ്റ്റിഫിക്കേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വരികൾ തന്നെയാണ്. കാലത്തിന്റെ ഗതിവേഗത്തിൽ അതിനെ സ്വവർഗവുമായി വിട്ടുപിരിയേണ്ടി വന്നു. ബന്ധുക്കൾ ആരുമില്ലാതെ എന്നെ ശരണം പ്രാപിച്ചു. ഇപ്പോഴതിന് ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഞാൻ തന്നെ. എന്നിൽ വിശ്വസിക്കുന്ന ഈ മാൻകുട്ടിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ ആ കുട്ടിയെ പോഷിപ്പിച്ച് ലാളിപ്പിച്ച് സന്തോഷിപ്പിച്ച് വളർത്തേണ്ടതിന്റെ ചുമതല എനിക്ക് തന്നെയാണ് പ്രകൃതി ഈശ്വരൻ തന്നിരിക്കുന്നത്. ശരണം പ്രാപിക്കുന്നവരെ കൈവെടിയുന്നത് അധർമ്മമാണ്. ആര്യന്മാരായ ശ്രേഷ്ഠന്മാരായ സജ്ജനങ്ങൾ അനുകമ്പയുള്ളവരാണ്. അവർ ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ വിലപ്പെട്ട സ്വാർത്ഥങ്ങൾ പോലും വെടിയാൻ സന്നദ്ധരായിരിക്കും. അതായത് ആ മനസ്സ് ന്യായീകരിക്കുന്നത് നോക്കാം. നമ്മൾ ചിലതിലേക്കൊക്കെ വഴുതി വീഴുമ്പോഴത്തേക്കും നമ്മൾ ന്യായീകരിക്കുകയാണ് നമ്മളെ. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ന്യായീകരിച്ച രീതിയെക്കുറിച്ച് നോക്കാം. പക്ഷെ ഈ ന്യായീകരണം ഏതൊരു ഹിന്ദു, ഏതൊരു ക്രിസ്ത്യൻ, ഏതൊരു മുസ്ലിം കേട്ടാലും ഈ ന്യായീകരണം ശരിയല്ല. ഈശ്വരനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ആ പാവപ്പെട്ട മൃഗത്തെ സംരക്ഷിക്കുക. അതിന് അമ്മയില്ല, അതിന് കുടുംബമില്ല, അതിന് കൂട്ടുകാരില്ല, ഒന്നുമില്ല, ഇല്ലെങ്കിൽ അത് ചത്തുപോകും. അതിനെ മരണത്തിന് വിട്ടുകൊടുത്ത് നിങ്ങൾ എന്ത് തപസ്സാ ചെയ്യുന്നതെന്ന് മനസാക്ഷി ചോദിച്ചാൽ എന്താ ഭരതൻ പറയുക? രാജാവ് ഇങ്ങനെ മാൻകുട്ടിയിൽ അത്യന്തം സംഘബദ്ധനായി, ബോണ്ടേജ് പരമകാഷ്ഠയിലെത്തി. ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും ഭക്ഷണത്തിലുമൊക്കെ മാൻകുട്ടിയെ വിട്ടുപിരിയാതെ നോക്കി. കടുവ, ചെന്നായി തുടങ്ങിയ വന്യമൃഗങ്ങളെ ഭയന്ന് കാട്ടിലും സദാ രാജർഷി മാൻകുട്ടിയെ അനുഗമിച്ചു. വഴിമധ്യത്തിൽ മാൻകുട്ടി ചാഞ്ചാടി കളിക്കുന്നത് നോക്കി നിന്ന് രസിക്കും നമ്മുടെ ഭരതൻ. അതിനെ എടുത്ത് തോളിൽ കിടത്തിയും മാറോടണച്ച് പുൽകിയും മടിയിലിരുത്തി രസിപ്പിച്ചു. ഭരതൻ അതിയായ സന്തോഷം കണ്ടെത്തി. പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്ക് എഴുന്നേറ്റ മാൻകുട്ടിയെ അന്വേഷിക്കും. ആ ചക്രവർത്തി പ്രകൃതിക്ക് അടിമപ്പെട്ട് മാൻകുട്ടിയുടെ മംഗളത്തിനായി പ്രാർത്ഥിക്കും. ആ മാൻകുട്ടിയുടെ പ്രകൃതിക്ക് അനുഭവപ്പെട്ട് പ്രാർത്ഥിക്കും. നമ്മളുടെ എന്താ പറയുക, കാളിദാസൻ ഒരു വേശ്യയുടെ അടുത്ത് ചെന്നിട്ട് അവസാനം ആ വേശ്യയാണ് എല്ലാം എന്ന് തോന്നി. പിന്നെ വേശ്യയുടെ നിർബന്ധപ്രകാരം സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയി. അപ്പൊ ആ ഭാര്യയിലെല്ലാം മുഴുകിയിരിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തില് കാളിദാസന്റെ അടുത്ത് ഭാര്യ പറയുന്നു. എന്താ ഭാര്യ പറയുന്നതെന്നറിയാമോ? നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ പ്രതിപത്തിയും ഈ പ്രേമവും ഒക്കെ ഈശ്വരനോട് കാണിച്ചിരുന്നെങ്കിൽ, വിദ്യാദേവതയോട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എത്രയോ ശ്രേഷ്ഠനും വലിയവനുമാകുമായിരുന്നു. ഇത് എന്റെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതം എന്തിനാ നശിപ്പിക്കുന്നത് എന്ന് ശ്രേഷ്ഠയായ ഭാര്യ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കാളിദാസന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് കാളിദാസൻ പോയിട്ട് ഭജന ഇരിക്കുന്നതും അകത്താരാണ് കാളി പുറത്താരാണ് ദാസനാണ് എന്ന് പറഞ്ഞ് കാളിദാസനൊക്കെയായി മാറുന്നത്. കഥയാവട്ടെ യഥാർത്ഥമാവട്ടെ കാളിദാസൻ രചിച്ച കൃതികൾ മേഘസന്ദേശമായാലും ശാകുന്തളമായാലും എല്ലാം ഇന്ന് ലഭ്യമാണ്. ലോകപ്രസിദ്ധരായ സാഹിത്യകാരന്മാര് കാളിദാസന്റെ കൃതികളിൽ അത്യന്തം 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 മുഴുകിയിരിക്കുന്നവർ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ഉണ്ട്. 1600 1700 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട കാളിദാസന്റെ കൃതികൾ ഇന്നും സംസ്കൃതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളതാണ്. ആ കാളിദാസൻ വെറും കാട്ടാളനെ പോലെ ആയിരുന്നവൻ അത് ആരാധനയിലൂടെ കാളിദാസനായി മാറി എന്നുള്ള ആ കഥയും കൂടി നമ്മൾ ചേരുമ്പോൾ ഇവിടെ ഈ ഭരതൻ മാനിന്റെ ദാസനായി മാറിപ്പോയി. അപ്പൊ
ആ ചക്രവർത്തി പ്രകൃതിക്ക് അടിമപ്പെട്ട് ആ മാൻകുട്ടിയുടെ മംഗളത്തിനായി പ്രാർത്ഥിക്കും. ചിലപ്പോൾ അല്പസമയം അതിനെ കാണാതായാൽ വിരഹാതുര ചിത്തനായി വിലപിക്കും. കഷ്ടം, അനുകമ്പാർഹനായ മാൻകുട്ടി, അമ്മയോ ഇല്ല, ഞാനൊരു ശതകിരാതനാണ്, എന്നെ പൂർണ്ണമായി വിശ്വസിച്ച അതിനെ ഞാൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ഇപ്പൊ അതിനെ കാണുന്നില്ലല്ലോ, അത് എങ്ങോട്ടാ പോയത്, അതിനെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാവുമോ, നടന്ന് ഭക്ഷിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വലിയ വന്യമൃഗങ്ങളും അതിനെ ഭക്ഷിക്കുമോ, അല്ലെങ്കിൽ ഞാൻ അതിനെ അന്വേഷിക്കേണ്ടതുണ്ടല്ലോ, സൂര്യഭഗവാൻ അസ്തമിക്കാറായിട്ടും അതിനെ കാണുന്നില്ലല്ലോ, അഥവാ ഞാൻ പുണ്യമില്ലാത്തവനാണ്, ഈ ഹരിണ രാജകുമാരൻ ഓടിയെത്തി അതിന്റെ മനോഹരങ്ങളായ ബാലലീലകൾ കൊണ്ട് എന്നെ ആനന്ദിപ്പിക്കുന്നില്ലല്ലോ. ചിലപ്പോഴൊക്കെ ഞാൻ വെറുതെ കണ്ണടച്ച് സമാധിയിലിരിക്കുമ്പോൾ അടുത്തു വന്ന് കൊമ്പിന്റെ അറ്റം കൊണ്ട് എന്നെ ചുരണ്ടി ഉണർത്താറുണ്ട്. ചിലപ്പോഴൊക്കെ യാഗാഗ്നിയെ മലിനമാക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടാൽ ഒരു ഋഷികുമാരനെ പോലെ പരിഭവിച്ച് ദൂരെ പോയി മിണ്ടാതിരിക്കുന്ന ആ മാനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഭരതൻ. ആശ്ചര്യം, ഞാൻ അതിന് തക്ക സുഹൃതം എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരു മാനിനെ വളർത്താനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയാ ഉണ്ടായത്? സമ്പത്തെല്ലാം വിട്ടുപോന്ന എനിക്ക് എല്ലാ സമ്പത്തുക്കളുടെയും ഇരിപ്പിടം എന്ന പോലെ ലീലാലോലനായ ഈ മാൻകുഞ്ഞിന്റെ സാമീപ്യമുണ്ടായല്ലോ ഈശ്വര, എന്തൊരു ഭാഗ്യമാണ് ഞാൻ ചെയ്തത്. അനുകമ്പയോടുകൂടി അതിനെ എനിക്ക് പരിപാലിക്കാൻ അവസരം ലഭിച്ചില്ലല്ലോ. എന്നെ കൊണ്ട് ഒരു പക്ഷേ ദേവന്മാർ പോലും അസൂയപ്പെടുന്നുണ്ടാവും. മാനിനെ കാണാതെ ആവുമ്പോൾ ഇദ്ദേഹം വിലപിക്കുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മാനിനോട് എത്ര ബന്ധനമാണെന്ന് നോക്കാം. ഒരു കഥ, നമുക്കും പലരോടും ഇതേമാതിരിയുള്ള ബന്ധനമുണ്ട്. ആ ബന്ധനൊക്കെ നമ്മൾ അറിയുന്നത് നമ്മളൊരു 10 മണിക്ക് ശരിക്കും ഈ ജീവിത സന്ദേശം കൊടുക്കുമ്പോൾ, ഇന്ന് കൊടുത്ത ജീവിത സന്ദേശം കേട്ട ധാരാളം വ്യക്തികൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല സാറേ, ജീവിതത്തെക്കുറിച്ച് ഇത്രയും ടച്ചിങ് ആയ രീതിയിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ഹൃദയസ്പർശിയാണ് ഈ അനുഭവങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭരതൻ ഈ മാനിനെ എത്രത്തോളം ബന്ധനത്തോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളത് ഭരതന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതാണ് ഈ കഥയുടെ പൊരുൾ. ഭരതന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ജീവിതത്തിൽ ഈശ്വരോപാസനയും ബാക്കിയെല്ലാം കളഞ്ഞു ഒരു മാനിന്റെ പുറകെ അദ്ദേഹം അതാണ് എല്ലാം എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് അതിനെ കാണാതെയാവുമ്പോൾ ഇപ്രകാരം കരഞ്ഞും അതുപോലെ ദുഃഖിച്ചും വിലപിച്ചും നടക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥ, ഒരു മനുഷ്യൻ എന്ന് കരുതിയാൽ മതി നമ്മൾ. ആ മനുഷ്യന്റെ അവസ്ഥ നമുക്ക് വേറെ ഏതിനോടെങ്കിലും ഇങ്ങനെ ബോണ്ടേജ് വരുന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ശരിക്കും സയന്റിഫിക്കലി ഒരു വിവരണമാണ്, പക്ഷെ കഥയാണെന്ന് മാത്രം. രാജാവ് ഇങ്ങനെ തപശ്ചര്യയുമായി ഒട്ടും പൊരുത്തപ്പെടാത്ത മനോരഥങ്ങളിലൂടെ ചഞ്ചല ഹൃദയനായി കഴിഞ്ഞുകൂടി തന്നെ ഏറ്റെടുത്ത ധാരകാഭാസ രൂപമായ പ്രാരബ്ധത്തിൽപ്പെട്ടു. ഈ മൃഗത്തിനെ ഉദാരമായി സംരക്ഷിക്കുക എന്ന അതൊരു പ്രാരബ്ധ കർമ്മമായിട്ട് തന്നെ പ്രകൃതി ഏൽപ്പിച്ച കർമ്മമായിട്ട് അദ്ദേഹം തന്നെത്താനെ ന്യായീകരിച്ചു. യോഗചര്യകളിൽ നിന്നൊക്കെ അദ്ദേഹം ഭ്രഷ്ടനായി. യോഗചര്യകളും ഉപാസനയും ധ്യാനങ്ങളൊക്കെ നിർത്തി. പരമജ്ഞാനം ഉൾക്കൊള്ളാതെ യോഗ താപസന്മാർക്ക് ഇത് സംഭവിക്കാവുന്നതേയുള്ളൂ. പരമജ്ഞാനം ഉൾക്കൊള്ളാത്ത താപസന്മാർക്ക് ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് സംഭവിക്കുന്നതാണ്. വൈശാലി എന്ന സിനിമയില് ഋഷ്യശൃംഗൻ ഒരു ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കും എത്ര പെട്ടെന്ന് ആ മനസ്സ് മാറിയത്. അത് സിനിമയിൽ MT വാസുദേവൻ നായരും ഭരതന്റെയും ആ സിനിമയിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വലിയ താപസന്മാരാണെങ്കിലും ശരിയാണ്, നമ്മളുടെ മനുഷ്യനാണോ മനസ്സ് മാറാതിരിക്കില്ല. അപ്പൊ ഇതൊക്കെ അപ്രാപ്യമാണ്, ഇമ്പോസിബിൾ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ വളരെ പ്രഗത്ഭനും പ്രസിദ്ധനുമായിട്ടുള്ള ഒരു സന്യാസി വര്യൻ, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന സന്യാസി വര്യൻ, അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് തന്നെ താൻ പ്രേമിച്ച പെൺകുട്ടി വേറൊരാളെ കല്യാണം കഴിച്ച് പോയതിന്റെയാണ്. പക്ഷെ അത് നമുക്ക് ഭാഗ്യമായി. ആ പെണ്ണ് ഇദ്ദേഹത്തിനെ കെട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മഹാനുഭാവനെ കിട്ടില്ലായിരുന്നു. അത് നമുക്ക് ഭാഗ്യമായി ഏതായാലും. അപ്പൊ മനുഷ്യ ഹൃദയം, മനുഷ്യ മനസ്സെന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര റിജിഡ്, സ്ട്രോങ്, പവർഫുൾ ഒന്നും അല്ല. ചിലരുടെ ഉണ്ടാവുമായിരിക്കാം, നാട് ഭരിക്കുന്ന ചില വലിയ വലിയ മനുഷ്യന്മാരുടെ ഉണ്ടാവുമായിരിക്കാം.
അവർക്ക് അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ കാരണം കൊണ്ടല്ല അവർക്ക് അബദ്ധം പറ്റുന്നത്, മറ്റുള്ളവരുടെ കാരണം കൊണ്ട് ഇവർക്ക് അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ യഥാർത്ഥത്തില് ഭരതൻ ജ്ഞാനതപസ്സനായിരുന്നില്ല, യോഗതപസ്സനായിരുന്നു. ജ്ഞാനതപസ്സിനായിരുന്നെങ്കിൽ ബ്രഹ്മസ്വരൂപമായ മാൻകുട്ടിയെ വളർത്തുന്നത് പോലും അദ്ദേഹത്തിന് വലിയ ഈശ്വരാരാധനയായി നോക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ മാൻകുട്ടിയെ വളർത്തുന്നത് ഒരു ഈശ്വരാരാധനയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഈശ്വരാരാധനയായിട്ടല്ല കണ്ടത്. അതിന് അമ്മയില്ലല്ലോ, അതിന് കൂട്ടുകാരും ഇല്ലല്ലോ, അതിന് വിശക്കുന്നുണ്ടാവുമല്ലോ, അത് അങ്ങനെ എന്നെ ചിരിപ്പിക്കുന്നല്ലോ, അതെന്നെ സന്തോഷിപ്പിക്കുന്നല്ലോ, വേറെ രീതിയിലാണ് അതിനെ കണ്ടത്. അപ്പൊ നമ്മളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അപ്രോച്ച്, നമ്മുടെ വിഷൻ, ഹൗ വി തിങ്ക് ആൻഡ് വൈ വി തിങ്ക് സോ, ദീസ് ആർ ദ ടു വെരി വെരി ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ അപ്രോച്ച് ഇൻ ഹിന്ദു ധർമ്മ. നമ്മുടെ ധർമ്മത്തില് നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നല്ല, പ്രവൃത്തിയുടെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താ, പ്രവൃത്തിയുടെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താ. ശബരി ശ്രീരാമന് പഴം മധുരമുള്ളതാണോ പുളിപ്പുള്ളതാണോ എന്ന് കൊടുത്തത് കടിച്ചിട്ടാ കൊടുത്തത്. ആ ശബരി അത് കടിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്കും ആ കടിച്ചു കൊടുക്കുന്ന എച്ചിലിന്റെ പുറകിലുള്ള മനോഭാവമാണ് ശ്രീരാമൻ അപ്രീഷിയേറ്റ് ചെയ്തത്. എത്ര ഗംഭീരമാണല്ലേ, എന്ത് ഗംഭീരമായിട്ടുള്ള മനോഭാവമാണ്. അതായത് അത് ടേസ്റ്റ് ആണോ, ചീഞ്ഞിട്ടുണ്ടോ, പഴുത്തിട്ടുണ്ടോ, പച്ചയാണോ എന്നറിയാൻ ശബരിക്ക് അതേ വഴിയുള്ളൂ. അവര് പ്രായമായി. അത് ശ്രീരാമൻ വളരെ ഗംഭീരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. വാട്ട് യു ഡു എന്നുള്ളതല്ല, വാട്ട് ഈസ് ദ തീം തോട്ട് ബിഹൈൻഡ് യുവർ ഡൂയിങ്, ഹൗ യു തിങ്ക് അബൌട്ട് ഇറ്റ്, വാട്ട് ഈസ് യുവർ അപ്രോച്ച് ഫോർ ഡൂയിങ് ലൈക്ക് ദാറ്റ്. അപ്പോ ബ്രഹ്മയെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനെന്ന അഹന്തയോ എന്റേതെന്ന മമതയോ ഒരിക്കലും അദ്ദേഹത്തിന് തലപൊക്കുമായിരുന്നില്ല. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഭരതനാകട്ടെ മാൻകുട്ടിയെ ഈശ്വരനായി കാണാതെ മറ്റെന്തോ ആയി കണ്ടു. അങ്ങനെ സംഘബദ്ധനായി ബന്ധനം അദ്ദേഹത്തിനെ വലിച്ചു. സാക്ഷാത് മോക്ഷരൂപമായ ഈ ഈശ്വര ചൈതന്യത്തെ അകലാനിടയായി. ഈശ്വര ചൈതന്യത്തിൽ നിന്ന് അകന്ന് അദ്ദേഹം മാനിലേക്ക് ചേർന്നു. മാനിലെ ഈശ്വര ചൈതന്യത്തിലേക്കല്ല, മാൻ എന്ന മൃഗത്തിലേക്ക് ബന്ധിതനായി. താൻ മുൻപ് പരിത്യജിച്ച ചക്രവർത്തി പദം ത്യാഗരഹസ്യം അറിയാൻ കഴിയാതെ പോയതിനാൽ മറ്റൊരു രൂപത്തിൽ മാൻകുട്ടിയിൽ ഉരുണ്ടുകൂടി. അങ്ങനെ പ്രജാപാലനത്തിന് പകരം മാൻകുട്ടിയുടെ ലാലന പ്രീണനങ്ങളിലെ സംഘബദ്ധനായി ഭരതൻ ആത്മാവിനെ അവഗണിച്ചു. അതായത് രാജാവായിട്ടിരുന്നെങ്കിൽ ഈ സ്നേഹവും ഈ ബഹുമാനവും ഈ ആദരവും ഒക്കെ പ്രജകളോടും സിംഹാസനത്തോടും രാഷ്ട്രത്തോടും ഒക്കെ തോന്നുമായിരുന്നു. അതൊന്നും തോന്നരുത്. തനിക്ക് പ്രജകളോടോ അല്ലെങ്കിൽ രാഷ്ട്രഭരണത്തോടോ കസേരയോടോ സിംഹാസനത്തോടോ ബന്ധനമുണ്ടാകാതിരിക്കാനാണ് സമയമായപ്പോൾ രാജ്യഭാരം മക്കൾക്കേൽപ്പിച്ച് അദ്ദേഹം പോയത്. പക്ഷേ ആ ബന്ധനം സിംഹാസനത്തിനോടും ജനതയോടും മക്കളോടും ഇല്ലാതെ ചേറി പിടിച്ചത് മാനിനോടായി പോയി എന്നുള്ളതാണ്. എന്ത് അക്കന്ന പ്രീണനങ്ങളിൽ സംഘബദ്ധനായി ഭരതൻ ആത്മാവിനെ അനുഭവിച്ചു. ഈശ്വര ചൈതന്യത്തെ ഉപാസിക്കുന്നത് അവഗണിച്ചു. തുടർന്ന് എലിയുടെ മാളത്തിന് മുൻപിൽ പത്തി വിടർത്തി പാമ്പെത്തിച്ചേരുന്നത് പോലെ കരാള വേഗതയോട് കൂടിയ കാലം മരണരൂപത്തിൽ ഭരതന്റെ മുമ്പിലെത്തി. കാലം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രായമാവുമല്ലോ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. അപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ എലിയുടെ മാളത്തിന് മുമ്പിൽ പത്തി വിടർത്തി പാമ്പെത്തിച്ചേരുന്നത് പോലെ കരാള വേഗതയോടുകൂടി കാലം മരണരൂപത്തില്. ഇതെങ്ങാനും ശ്രീകുമാരൻ തമ്പിയുടെ കയ്യിലോ വയലാർ രാമവർമ്മയുടെ കയ്യിലോ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇത് എന്ത് ഗംഭീരമായ ഒരു കവിതയാക്കി മാറ്റുമായിരുന്നു. ഈ വരികള് മരണരൂപത്തിൽ ഭരതന്റെ മുമ്പിലെത്തി. അപ്പോഴും അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട പുത്രനെ പോലെ മാൻകുട്ടിയെ കണ്ണുമിഴിച്ച് ഭരതൻ തന്നെ നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു. മരണത്തിന്റെ അവസാന ദിവസവും ഭരതന്റെ മനസ്സിൽ മുഴുവനും ഈ മാനായിരുന്നു. ഈ മാൻകുട്ടിയുടെ കളിയായിരുന്നു. ഈ മാൻകുട്ടിയോടുള്ള സ്നേഹമായിരുന്നു. താൻ മരിച്ചാൽ ആ മാനിന് എന്ത് സംഭവിക്കും? ആ മാനിന് എന്ത് സംഭവിക്കും? പലരും വിചാരിക്കാറുണ്ട് അത്. വളരെ ഇതെല്ലാം നമ്മളിലേക്ക് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുക, നമ്മളിലേക്ക് ഇൻട്രാപ്പൊളേറ്റ് ചെയ്യുക, നമ്മളിലേക്ക് എക്സ്ട്രാപ്പൊളേഷനും ഇൻട്രാപ്പൊളേഷനും ഒക്കെ ചെയ്യുക. എന്ത് ഗംഭീരമായിട്ടാണല്ലേ. ആ മാൻകുട്ടി കണ്ണുമിഴിച്ച് ഭരതനെ തന്നെ നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു. ഭരതനും മാൻകുട്ടിയിൽ തന്നെ കണ്ണു നട്ട് അതിനെ തന്നെ ധ്യാനിക്കുന്നത് പോലെ മനസ്സുറപ്പിച്ച് ദേഹം വെടിഞ്ഞു മരിച്ചു. ഇപ്പൊ മരണസമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്
മാം ഉപേത്യത്തു കൗന്ദേയ എന്ന് പറയും. എന്നെ തന്നെ ശ്രദ്ധിച്ച് എന്നിൽ അർപ്പിച്ച് നീ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്റെ പന്ഥാവിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പൂർണ്ണ തെളിവ് ഇവിടെ ഭാഗവതം എഴുതിയിരിക്കുന്ന ആ വേദവ്യാസനോ അല്ലെങ്കിൽ ശ്രീശുഖ ബ്രഹ്മർഷിയോ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഒരു പക്ഷേ സയൻസ് ഈ ഭാഗത്തിലേക്ക് എത്താൻ ഇനിയും കഴിയേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ഈ പുനർജന്മം ഉണ്ടെന്നുള്ളത് 100% തെളിയിച്ചിരിക്കുന്നു. ആ പുനർജന്മം കിട്ടാൻ കർമ്മബലം 100% പെർഫെക്റ്റ് ആയിട്ട് കർമ്മബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനർജന്മം കിട്ടുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, പുനർജന്മം വൃക്ഷങ്ങളായിട്ടാവാം മൃഗങ്ങളായിട്ടാവാം എന്നുള്ളതും ഫുൾ പ്രൂഫായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, മരണസമയത്ത് എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ആ ചിന്തിക്കുന്നതാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഒരു പ്രൂഫ് കൂടി കിട്ടിയാൽ ഭരതന്റെ കഥ, ഈ ഭരതന്റെ കഥയല്ല, അതൊരു ചരിത്രമായി മാറും. അതൊരു സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫായി മാറും. അതറിയാൻ കപ്പാസിറ്റി ഉള്ളവർക്ക്, ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് ഉറപ്പാണ്. ഒരു കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ ഞാൻ എന്റെ മനസ്സിനകത്ത് ഇന്നും ആഗ്രഹിച്ചിരുന്നത് 2021 ഡിസംബർ 31 സൂര്യാസ്തമയത്തിനുള്ളില് ഭാരതത്തിലെ ഹിന്ദുക്കൾ പറയും ഞങ്ങൾ ഹിന്ദു ആണ് എന്ന്. അതേതാണ്ട് സംഭവിച്ചു. ഇന്ന് 16-ാം തീയതി ആയുള്ളൂ. 15, 14, 13 യെച്ചൂരിയും പറഞ്ഞു. നമ്മുടെ രാജസ്ഥാനിൽ വെച്ചിട്ട് 1/3 ഭാഗം ക്രിസ്ത്യാനിയും 1/3 ഭാഗം മുസ്ലിമും 1/3 ഭാഗം ഹിന്ദുവുമായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും പറഞ്ഞു ഇപ്പൊ ഹിന്ദു എന്ന് പറയാൻ ഒരു വിഷമോ ഇല്ല. ഒരു കണ്ടീഷനേ ഉള്ളൂ, ഹിന്ദുത്വം ഇല്ലാത്ത ഹിന്ദു ആണെന്ന് മാത്രം, വെളിച്ചെണ്ണ ഇല്ലാത്ത കൊപ്രയാണെന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് പേര് തേങ്ങാപ്പിണ്ണാക്കെന്നാണ്. വെളിച്ചെണ്ണ ഇല്ലാത്ത കൊപ്രയ്ക്ക് പേര് തേങ്ങാപ്പിണ്ണ. അപ്പൊ ഞങ്ങൾ തേങ്ങാപ്പിണ്ണാക്കാണ്, ആ രീതിയിലുള്ള ഹിന്ദു ആണെന്നെങ്കിലും പറഞ്ഞല്ലോ. ഡിസംബർ 31-ാം തീയതി സൂര്യാസ്തമയത്തിന് മുമ്പ് ഗോപാലകൃഷ്ണൻ പ്രവചിച്ചത് സത്യമായി. അത് ഗോപാലകൃഷ്ണന്റെ മഹത്വമൊന്നുമല്ല, ഭഗവാൻ കൃഷ്ണന്റെ മഹത്വമാണ്. ഏതായാലും അവസാനം ഈ ലോകം വിട്ടുപോയി. മരണവേളയിൽ മനസ്സെങ്ങനെയോ തുടർന്നുള്ള ജീവിതം അങ്ങനെ ഇതാണല്ലോ അലംഘനീയമായ ഭഗവത്ഗീത നിയമം. അങ്ങനെ ഭരതൻ ഒരു മൃഗമായി ജനിച്ചു. കഥ അവിടേക്ക് മാറാം. ഒരു മൃഗമായി ജനിച്ചു. എങ്കിലും പരമഭാഗവതനായ ഭരതൻ പുനർജന്മത്തിന്റെ ആരംഭത്തിൽ ഗാഠമായി അഭ്യസിച്ചുറപ്പിച്ചിരുന്ന ഭഗവത് സ്മരണ മാനിന്റെ ശരീരത്തിലും തുടരാനിടയായി. മാനിന്റെ ദേഹത്തിലെ ഭരതൻ പശ്ചാത്താപത്തോടെ ഇങ്ങനെ ചിന്തിച്ചു. മാനിന്റെ ദേഹത്തിലുള്ള ഭരതൻ എന്ന് വിചാരിക്കേണ്ട, മാനിന്റെ മനോഭാവമുള്ള, മാനിന്റെ രീതിയിലുള്ള ബിഹേവിയർ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ കുറെ കൂടി ശരിയാവും. പല വ്യക്തികളും ചൈൽഡിഷ് ആണ്, ചൈൽഡ് ലൈക്ക് ആണെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അതുകൊണ്ട് മാനിന്റെ രൂപത്തിലും മാനിന്റെ ശാരീരികമായ രൂപത്തിലുള്ള ഭരതനല്ല, മാൻ എന്ന ചിന്ത, ആ മാൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നടക്കുന്നത്, അതേപോലെ തന്നെ ഉള്ള ഒരു രൂപഭാവങ്ങളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. മനുഷ്യരൂപമാണെങ്കിലും എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കഥയിൽ നിന്ന് നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈശ്വരാരാധന നമ്മൾ ചെയ്യുന്നു, ഉറപ്പിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നന്മകൾ ചെയ്യുന്നു, നല്ല രീതിയിൽ ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി ചെയ്യുക. അതിനിടയ്ക്ക് നമ്മൾ വേറെ പലതും ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ തന്നെ വിലയിരുത്തുക, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, നമ്മൾ പാവങ്ങളെ സേവിക്കുന്നുണ്ട്, അതിനുവേണ്ടി ധാരാളം സമ്പത്ത് കളക്ട് ചെയ്യാറുണ്ട്, എന്റെ ചെലവും അതിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്, അത് എന്റെ ഭക്ഷണത്തിനുള്ള ചെലവാണോ, എന്റെ ജീവിത ചെലവ് മുഴുവനും ഈ പാവപ്പെട്ടവരെ സേവിക്കുന്നു എന്ന പേരിലാണോ? എന്നിട്ട് നമ്മൾ ന്യായീകരിക്കും. അതായത് പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം ഞാൻ ജീവിതമായിട്ട്, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സേവനത്തിന്റെ വഴിയിലൂടെ പോകുന്നത് അവനവനെ സേവിക്കാനുള്ള വഴിയായി മാറരുത്. നമ്മൾ പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് തുടങ്ങിയിട്ട്, പല കാര്യങ്ങളും നന്മയിലൂടെ തുടങ്ങിയിട്ട്, പല കാര്യങ്ങളിലൂടെ കടന്നുപോയി അവസാനം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം മാറുന്നു. ഭരതനും സംഭവിച്ചത് അത് തന്നെയാണ്. ആ തെറ്റുകളിലേക്ക് പോകരുത് എന്ന് ഭരതന്റെ ഈ കഥ മുഴുവനായില്ല കഥ കേട്ടോ. ഇനിയും ഈ കഥയുടെ അടുത്ത ഭാഗമുണ്ട്. അടുത്ത ദിവസം നമ്മൾ ഇത് വിവരിക്കുന്നുണ്ടാവും. വളരെ ധന്യമായിട്ടുള്ള ഈ ഭരതന്റെ കഥയുടെ 1ാമത്തെ ഭാഗം ഇന്ന് തന്നെ ഒന്നുകൂടി ചിന്തിക്കുക. കേൾക്കണമെന്ന് നിർബന്ധമില്ല, ഒന്ന് ചിന്തിച്ചാൽ വളരെ വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഭരതൻ സംഭവിച്ചതെന്ത്? ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കുളം, അദ്ദേഹത്തിന്റെ ആശ്രമം, ഒരു മാൻപേട, ഗർഭിണിയായ മാൻപേട വരുന്നു, സിംഹത്തിന്റെ ശബ്ദം കേൾക്കുന്നു, അത് പ്രസവിക്കുന്നു, മാൻപേട
മരിക്കുന്നു. ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരതൻ ഏറ്റെടുക്കുന്നു. തന്റെ എല്ലാ ആരാധനാക്രമങ്ങളും ഉപാസനകളും മാറ്റിവെച്ച് ആ മാനിനെ രക്ഷിക്കലാണ് തന്റെ ജീവിത ലക്ഷ്യവും മാർഗവും എന്ന് തീരുമാനിക്കുന്നു. അവസാനം പൂർണ്ണ ശ്രദ്ധയും ന്യായീകരണവും എല്ലാം മാനിനോടുള്ള ബന്ധനമായി മാറുന്നു. അവസാനം അദ്ദേഹം മരിച്ച പുനർജന്മത്തില് മാനിനെ പോലെ ആയിത്തീരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സിലെടുക്കാം. വളരെ വളരെ ധന്യമായ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗോപാലകൃഷ്ണന്റെ പ്രണാമം. കൃഷ്ണ